ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തോട് ചിലർക്കെങ്കിലും ഒക്കെ ഒരു അതൃപ്തി ഉണ്ടാകുമല്ലേ? അല്ല, പഴയ പോലെ അണ്ണന്റെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റില്ലെന്നുള്ള ഒരു സങ്കടം എല്ലാ വിജയ് ഫാൻസിനും ഉണ്ട്. എന്നാൽ വിജയ് ആരാധകരെ ഒന്ന് ശാന്തരായിക്കോളും. നടൻ ഇനി അഭിനയം നിർത്തിയാലും തിയേറ്റർ വിടുമെന്ന് തോന്നുന്നില്ല. ജനനായകൻ എന്ന അവസാന സിനിമയ്ക്ക് ശേഷം സജീവമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങാനാണ് വിജയുടെ നിലവിലെ പ്ലാൻ. എങ്കിലും ആരാധകർക്ക് അധികം നിരാശപ്പെടേണ്ടി വരില്ല. അണ്ണന്റെ പഴയ സിനിമകൾ തിയേറ്ററുകളിൽ കണ്ട് തന്നെ സമാധാനിക്കാം. അല്ല, ഒന്നിനു പിറകെ ഒന്നായി വിജയ് ചിത്രങ്ങളുടെ റീ റിലീസ് ആണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഗില്ലിക്കും സച്ചിനും ശേഷം അടുത്തതായി മെർസലാണ് തിയേറ്ററുകളിൽ എത്തായിരിക്കുന്ന വിജയ് ചിത്രം. അതും വിജയുടെ പിറന്നാൾ ദിവസമായ ജൂൺ 20 തന്നെ. വിജയ് ട്രിപ്പിൾ റോളിലെത്തിയ ചിത്രം കൂടി എന്ന പ്രത്യേകതയും മെർസലിനുണ്ട്. അന്ന് മെർസലിന്റെ റിലീസ് സമയത്തെ കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന രംഗങ്ങളുണ്ടെന്ന പേരിൽ BJP വലിയൊരു വിമർശനം മെർസലിനെതിരെ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇന്നാണ് അതുപോലെയുള്ള വിമർശനങ്ങൾ വരുന്നതെങ്കിലോ സിനിമയുടെ ആ രംഗങ്ങൾ എന്തായാലും സെൻസർ ചെയ്ത് കളയും. ഏതാണ് സിനിമ എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ. എന്നാൽ അന്നേ ഇത്തരം വിമർശനങ്ങൾ വന്നപ്പോൾ വിജയ് എന്താ പറഞ്ഞെന്നറിയോ? ആ ഭാഗങ്ങൾ അതുപോലെ തന്നെ കാണിക്കാനാണ് വിജയ് പറഞ്ഞത്. മാസില്ലേ, റിയൽ മാസ്. അങ്ങനെ ചുമ്മാതെ ഒന്നും ആയിരിക്കില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. എന്തായാലും ഇപ്പോൾ റീ റിലീസിനെത്തിയ വിജയ് ചിത്രം ഗില്ലി 32 കോടിയാണ് തിയേറ്ററിൽ നിന്ന് നേടിയത്. സച്ചിനും തരക്കേടില്ലാത്ത പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഈ രണ്ട് ചിത്രങ്ങളെയും മറികടന്ന് മെർസലിനി തിയേറ്ററിൽ കത്തിക്കയറുമോ എന്നറിയാനാണ് ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്.